Anywhere you go, anywhere you go, you belong. ബൈം വോങ് സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ലെംബായുങ്. ലെംബായുങ് എന്ന ഹോസ്പിറ്റലിൽ 5 വർഷം മുൻപ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അതോടെ അടച്ചുപൂട്ടിയ ഹോസ്പിറ്റൽ 5 വർഷത്തിന് ശേഷം റീ ഓപ്പൺ ചെയ്യുന്നു. അവിടേക്ക് പഠനത്തിന് ശേഷം ജോലിയുടെ ഭാഗമായി പോകുന്ന നായികയും അവളുടെ ഫ്രണ്ടുകാരിയും അവർക്ക് അവിടെ ചില പ്രേതത്തിന്റെ അമാനുഷികമായ സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. അവിടെ നടന്ന ആത്മഹത്യയുടെ പുറകിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ സസ്പെൻസോടെ കൊണ്ടുപോകുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ചാന്ദിനിയും ഹിതയും ഒരു ലേഡിയുടെ പ്രസവ കാര്യങ്ങൾ നോക്കുന്നത് കാണാം. ഒടുവിൽ നല്ല രീതിയിൽ പ്രസവം നടക്കുകയും കുഞ്ഞിനെ കാണുമ്പോൾ ഹിതയ്ക്ക് സന്തോഷം ആണെങ്കിലും ചാന്ദിനിക്ക് എന്തോ ഇഷ്ടമാവാത്ത പോലെയാണ് മുഖഭാവം. അങ്ങനെ അതിനുശേഷം ചാന്ദിനി വിഷമിച്ച് ഇരിക്കുമ്പോൾ അവിടേക്ക് ഹിത പോയിട്ട് എന്തു പറ്റി ചാന്ദിനി എന്ന് ചോദിച്ചെങ്കിലും അവൾക്ക് മിണ്ടാട്ടമില്ല. ഏയ് ചാന്ദിനി, നീ വാ തുറന്ന് വല്ലതും പറഞ്ഞാലല്ലേ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ. അത് കേട്ട് ഞാൻ വിഷമത്തിൽ ആണെന്ന് നിനക്കെങ്കിലും മനസ്സിലായല്ലോ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അവളുടെ മടിയിൽ കിടന്ന് മോങ്ങാൻ തുടങ്ങി. അതിനുശേഷം പതിവ് പോലെ ഹിത ഒരു ലേഡിയെ പ്രസവത്തിന് വേണ്ടി ഒരു ബാത്ത് ഡബ്ബ ഉള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ റൂമിൻ്റെ ഡോർ തുറന്ന് ആ കാഴ്ച കണ്ട് ഹിത ഞെട്ടുകയാണ്. എന്തെന്നാൽ ആ ബാത്ത് ഡബ്ബയ്ക്ക് മേലെ ചാന്ദിനി കെട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചാന്ദിനി ചാന്ദിനി എന്ന് വിളിച്ചെങ്കിലും ചാന്ദിനി മരിച്ച് കാലാപുരിക്ക് എത്തിയിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ സംഭവം നടന്ന് 5 വർഷം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ബസ്സിൽ ഛർദ്ദിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഇവളാണ് നായിക. പേര് അരു. കൂടെ ഉള്ളത് ഫ്രണ്ടുകാരി. ഇവർ പോകുന്നത് 5 വർഷം മുൻപ് ചാന്ദിനി തൂങ്ങി മരിച്ചിരുന്നില്ലേ, ആ ലെംബായുങ് എന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റൽ 4 വർഷം മുൻപ് അടച്ചുപൂട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ റീ ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ ഇന്റേൺഷിപ്പിനാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവിടെ എത്തി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ കോളേജിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ ആദ്യമായിട്ട് കാണുന്നവനെ പോലെ ചൊക്ലി എന്നൊരുത്തൻ 2 പേരെയും ഒരുമാതിരി കോയിയെ പോലെ നോക്കി മോശമായി സംസാരിക്കാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് റിങ്ക എന്നൊരു ഡോക്ടർ വന്നിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വന്നതാ. അത് കേട്ട് എന്ത് നിങ്ങളോ? ഞാൻ നേരത്തെ കോളേജിലേക്ക് വിളിച്ചപ്പോൾ ആൺകുട്ടികളെ ആണല്ലോ ഇങ്ങോട്ട് വിടുന്നത് എന്ന് പറഞ്ഞത്, നിങ്ങൾ പെൺകുട്ടികളാണല്ലോ. ഓക്കെ, എന്തായാലും ലഗേജൊക്കെ അകത്ത് വെച്ച് നിൽക്ക്, ഇന്റേൺഷിപ്പ് വേണോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പോവുകയും അയ്യോ ഈ ഡോക്ടർ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഒരൽപ്പം ഭയന്ന് അവർ ലഗേജ് എടുത്ത് അകത്തേക്ക് പോവുകയാണ്. ആ കൂടെയുള്ള ലേഡിയെ മനസ്സിലായോ? തുടക്കത്തിൽ കണ്ട ഹിതയാണ്. ഈ ഹോസ്പിറ്റലിൽ മൊത്തമായി എത്ര ഡോക്ടർ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3 പേരുണ്ട്. എന്നാൽ ഈ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 5 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ ഏത് കാട്ടുപൂച്ചയുടെ കണ്ണാ കൊണ്ടത് എന്നറിയില്ല, ഒറ്റയടിക്ക് ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴാണ് ഇത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ അനുമതി കിട്ടിയത് എന്നൊക്കെ ഹിത പറയുകയാണ്. അന്നേരം ഫ്രണ്ടുകാരി അവിടെയുള്ള ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ബാഗസ്, ഇവരാണ് ഈ ഹോസ്പിറ്റൽ തന്നെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് 2 പേർക്കും താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കുകയാണ്. ആ റൂം നോക്കാൻ ഫ്രണ്ടുകാരി അകത്തു കയറിയപ്പോൾ അരുണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫോൺ കോൾ. അവരുടെ ഫോൺ കോളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവുന്നത് ബോയ് ഫ്രണ്ട് ഇവളുമായി ഡിങ്കോൾഫിയൊക്കെ കഴിഞ്ഞിരുന്നു. അതിനാൽ ഇപ്പോൾ അരു പ്രഗ്നന്റ് ആണ്, ഗർഭം കലക്കാനുള്ള പദ്ധതിയിലാണ്. അന്നേരം ഫ്രണ്ടുകാരി വന്ന് എന്തു പറ്റി, ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ലടി, റോങ് നമ്പർ എന്ന് കള്ളം പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി അരു ഗർഭം കലക്കാനുള്ള മരുന്ന് കഴിച്ചതിനാൽ ബ്ലീഡിംഗ് നല്ലോണം ആയി അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം അടുത്തുള്ള റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒരൽപ്പം ഭയത്തോടെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഹെ സോറി, ഈ വാഷ്റൂം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഏതാ ഈ കിളി പോയവൻ എന്ന് ചിന്തിച്ച് തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ദേ ഒരു റൂമിൽ പ്രേതത്തെ പോലെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ അവളെ കാണാനില്ല. എന്നാൽ അവിടെയുള്ള ബാത്റൂമിന്റെ ഡോർ തനിയെ തുറന്ന് മൂടുകയാണ്. അതിനാൽ അവിടെ ആരോ ഉണ്ടെന്ന് കരുതി അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങി. ഈ റൂമിലാണ് തുടക്കത്തിൽ ചാന്ദിനി തൂങ്ങി മരിച്ചത്. അവിടെ ആരെയും കാണാത്ത
കഴിയാത്തതിനാൽ ബാത്റൂമിൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തുള്ള ടാപ്പിൽ വെള്ളം വരാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. ഇതാരാ തുറന്നുവിട്ടത് എന്ന കൗതുകത്തോടെ ക്ലോസ് ചെയ്തപ്പോൾ അകത്തുള്ള ബാത്ത് ഡബ്ബയിൽ വെള്ളം വീഴാൻ തുടങ്ങി. അതിനാൽ ഇപ്പോൾ ആരുവിൻ്റെ മനസ്സിൽ ഒരൽപ്പം ഭയം വന്നെങ്കിലും പഴയ പൈപ്പ് അല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് സമാധാനിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ നടന്നു പോകുന്നതായി കാണുകയും പുറകെ പോയി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇതെന്താ ഇങ്ങനെ? ഞാൻ അതിലെ ആരോ പോകുന്നതായി കണ്ടതാണല്ലോ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് തോന്നി ആ ബാത്റൂം വിട്ട് പുറത്തു പോകുമ്പോൾ നോക്കിയാൽ ദേ ഒരു പ്രേതത്തിൻ്റെ കൊടൂര കൈകൾ അവളെ പിടിക്കാൻ നോക്കുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണാനില്ല. അന്നേരം അവിടേക്ക് ഹിത വന്ന്, നീ എന്തിനാ ഇവിടെ വന്നത്? ഈ ബാത്റൂം പഴകിയതാണ്, ഇവിടേക്ക് ഇനി നീ വരണ്ട, നിനക്ക് ഞാൻ വേറെ ബാത്റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ബാത്റൂമിലേക്ക് ഹിത ഒരുമാതിരി നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടുത്തെ ഒരു ഡോക്ടർ തോമസ് രണ്ടുപേരെയും വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പിൽ തുടരാം എന്ന് പറയുകയും അത് കേട്ട് അരുണും ഫ്രണ്ടുകാരിക്കും സന്തോഷമാവുകയാണ്. അന്നേരം അവിടേക്ക് ഒരു ലേഡി വരുന്നു. അവളെ കെട്ടിപ്പിടിച്ചിട്ട് ദാ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് തോമസ് പോവുകയും ആ ലേഡി രണ്ടുപേരോടും ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും ഒരുമാതിരി നോക്കിയിരിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തോമസ് വന്ന് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ ആ ലേഡി അവിടുന്ന് ഓക്കെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം ആ ലേഡി ആരാ എന്ന് ചോദിക്കുമ്പോൾ തോമസിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ ഹോസ്പിറ്റൽ റീ ഓപ്പൺ ചെയ്ത് അവിടെയുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടി തോമസ് ജനങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ക്യാമ്പ് പോലെ ചികിത്സ നൽകാൻ തുടങ്ങി. അതിനിടയിൽ ആ ഗ്രാമത്തിലെ തലവനെ കൂട്ടിപ്പോയിട്ട്, സർ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യാമ്പ് നടത്തി ചികിത്സിക്കുന്ന പോലെ ഹോസ്പിറ്റലിലും ചെറിയ രീതിയിൽ ഫ്രീ ചികിത്സ നൽകിയാൽ നല്ലതായിരിക്കും, എന്തെന്നാൽ പാവപ്പെട്ടവർക്ക് അതൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, നീ പറയുന്നതൊക്കെ ശരിയാണ് ഡോക്ടറെ, പക്ഷേ 5 വർഷം മുൻപ് ഒരുത്തി ഹോസ്പിറ്റലിൽ തൂങ്ങി മരിച്ചു, അതോടെ ജനങ്ങൾ ഭയന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതേ കുറഞ്ഞു വന്നു എന്ന് തലവൻ പറയുകയാണ്. അന്നേരം അയ്യോ സർ, അതൊക്കെ ആൾക്കാർ പേടിച്ച് ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, ജനങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു വശത്ത് നിന്ന് ഫ്രണ്ടുകാരി കേട്ട് എന്ത് ഹോസ്പിറ്റലിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടോ എന്ന് ഷോക്കായി നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് അരുവിൻ്റെ ബോയ് ഫ്രണ്ട് എങ്ങനെയോ തപ്പിപ്പിടിച്ച് ഇവിടേക്ക് എത്തുകയും അരു ജോലി പകുതിയിൽ നിർത്തിയിട്ട് അവൻ്റെ കൂടെ ഒരു റൂമിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. സമാധാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിന് പകരം അവൻ നേരെ ഡിങ്കോൾഫിയിലേക്ക് കടക്കാൻ നോക്കുകയാണ്. അന്നേരം അരു എടാ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ ആണെങ്കിൽ വീണ്ടും അതിന് ശ്രമിക്കുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഓൻ്റെ മോന്തക്കിട്ട് ഒരടി കൊടുത്തിട്ട്, എടാ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഇല്ലേ? എത്ര നാൾ കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്? എനിക്ക് ശരീരത്തിന് സുഖമില്ല എന്നറിയില്ലേ? അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ നേരെ ഡിങ്കോൾഫിയാണല്ലേ? ഇത് മാത്രമാണോ നിനക്ക് വേണ്ടത്? നീ അന്നത്തെ ദിവസം മറന്നില്ലല്ലോ, ഇതേപോലെ മീറ്റ് ചെയ്തപ്പോഴാണ് ഒരു ഡിങ്കോൾഫി നടന്നത്. മരുന്ന് കഴിച്ച് അത് കലക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ, ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അരു അവിടുന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആ ഞരമ്പ് രോഗി ചൊക്ലി കോയിത്തരം കാണിക്കാൻ വരികയാണ്. എന്നിട്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് മറുപടി പറയാൻ നിൽക്കാതെ അരു നേരെ ഓടിപ്പോയി ബാത്റൂമിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. ശേഷം തോമസിനെ ഹെൽപ്പ് ചെയ്യാൻ തോമസിൻ്റെ റൂമിൽ പോയപ്പോൾ അവിടെ ഓൾറെഡി ഒരു പേഷ്യൻ്റ് ഉണ്ട്. തോമസ് ഒരു പല്ല് ഡോക്ടർ ആണ്. പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വിട്ട ശേഷം അരുവിനോട് നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാഷ്റൂമിലായിരുന്നു എന്ന് പറയുകയാണ്. ശരി, ഇത് ലാസ്റ്റ് പേഷ്യൻ്റ് ആണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഡോക്ടറെ, ഇത് ലാസ്റ്റ് പേഷ്യൻ്റ് ആണ് എന്ന് പറയുകയാണ്. അന്നേരം തോമസ് അരുവിൻ്റെ മുഖം വെപ്രാളപ്പെട്ട പോലെ കണ്ടിട്ട് നിനക്ക് എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് കള്ളം പറയുകയാണ്. ശരി, ഞാൻ അടുത്തുള്ള റൂമിൽ റെസ്റ്റ് എടുക്കട്ടെ, അഥവാ ഏതെങ്കിലും പേഷ്യൻ്റ് വന്നാൽ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് തോമസ് അവിടെ നിന്ന് പോവുകയും ശേഷം അവിടേക്ക് ഫ്രണ്ടുകാരി വന്നിട്ട് എന്താടി ഡോക്ടറായിട്ട് നല്ല കമ്പനിയായോ എന്ന് ഒരൽപ്പം മസാല പുരട്ടി ചോദിക്കുമ്പോൾ, ഒന്ന് പോടി, നീ മോശമായി ചിന്തിക്കേണ്ട, തോമസ് ഡോക്ടർ നല്ലവനാണ്, എല്ലാവരോടും നല്ലതുപോലെയാണ് പെരുമാറുന്നത് എന്ന് അരു പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു പെൺകുട്ടി, പഴകിയ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി വന്ന് പേഷ്യൻ്റ് ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ്. അന്നേരം ഫ്രണ്ടുകാരി, എടി പേഷ്യൻ്റ് വന്നത് കണ്ടില്ലേ, അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ, എടി നീ എങ്ങോട്ടാ പോകുന്നേ, എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞെങ്കിലും ഫ്രണ്ടുകാരി പോവുകയും ചെയ്തു. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ അവൾ വ്യത്യസ്തമായി ചിരിച്ചുകൊണ്ട് അരുണിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ നോക്കി കൂളായി ഇരുന്നിട്ടുള്ളത് മറ്റാരുമല്ല, തുടക്കത്തിൽ മരിച്ചുപോയ ചാന്ദിനിയുടെ പ്രേതമാണിത്. എന്നാൽ ഒന്നും അറിയാതെ പ്രേതത്തോട് നിന്റെ പേരെന്താ, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. ശരി, ഞാൻ നിന്റെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പേഷ്യൻസിൻ്റെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേതത്തിൻ്റെ വായിൽ നിന്ന് എന്തോ ജെല്ല് പോലെ ഉറ്റുന്നത് കണ്ട് അത് തുളച്ചുകൊണ്ടിരിക്കെ പ്രേതം കൈയെടുത്ത് അരുവിൻ്റെ വയറ്റിൽ വെച്ച് അടുത്തേക്ക് നീങ്ങി
വെച്ച് അടുത്തേക്ക് നീങ്ങി ബൗ എന്ന് സൗണ്ട് ഉണ്ടാക്കിയതും അരു ഞെട്ടുകയാണ്. അന്നേരം തന്നെ കറണ്ട് കട്ടാവുകയും ആകെ ഭയന്ന് ഫോണിലെ ടോർച്ച് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ പ്രേതത്തെ കാണാനില്ല. അവൾ എവിടെ പോയി എന്ന് ഭയന്ന് നിന്ന് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഡോർ തനിയെ അടയുകയാണ്. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചാന്ദിനിയുടെ പ്രേതം ചുമരിലേക്ക് തല സ്വയം ഇടിക്കുന്നതായി കാണുകയാണ്. എന്തിനാ തല ഇങ്ങനെ ഇടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം തിരിഞ്ഞു നിന്ന് അരുവിൻ്റെ നേർക്ക് ഓടി വരികയും അവൾ ഭയന്ന് അവിടുന്ന് കുനിഞ്ഞ് ഇരിക്കുകയും ശേഷം എങ്ങനെയൊക്കെയോ ആയി അവിടുന്ന് പോയി മെയിൻ സ്വിച്ച് ഓൺ ചെയ്തതും പെട്ടെന്ന് പ്രേതം അരുവിൻ്റെ മേലെ കയറി ഇരുന്ന് അവളുടെ മുഖം പിടിച്ചുകൊണ്ടിരിക്കെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോൾ അവിടേക്ക് തോമസ് ഓടിയെത്തുകയും എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവൾ എന്ന് വിക്കി പറഞ്ഞ് നോക്കിയെങ്കിലും ഇപ്പോൾ പ്രേതത്തെ കാണാനില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിലെ ചാന്ദിനി തൂങ്ങി മരിച്ച ആ റൂമിലെ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഒരു പണിക്കാരൻ വന്നിരിക്കുകയാണ്. ഇവൻ്റെ പേര് സായി. അവൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവൻ്റെ ഫ്രണ്ടുകാരനായ ചൊക്ലി വന്ന് എടാ ഈ റൂം ഒരു ശപിക്കപ്പെട്ട റൂമാണ്. ഇവിടെ എന്തേലും ചെയ്താൽ ഇവിടെ മരിച്ച പെൺകുട്ടിയുടെ പ്രേതം വന്ന് നമ്മളെ കടിക്കും. അത് കേട്ട് നീ എന്താടാ പ്രേതം പിശാച്ച് എന്നൊക്കെ പറയുന്നത്? എനിക്കതിൽ വിശ്വാസമില്ല. ഞാൻ ഇവിടെ കിളച്ച് ഇതൊക്കെ നന്നാക്കിയിട്ടേ പോവൂ എന്ന് പറഞ്ഞ് അവിടെ ടൈൽസ് ഉടക്കാൻ കൈ ഓങ്ങുമ്പോൾ തന്നെ അവൻ്റെ കൈ മുറിയുകയാണ്. എടാ നിന്റെ കൈ നാക്കാണോ അതോ പ്രേതത്തിൻ്റെ കളിയാണോ? ഞാൻ ഇനി പണിയെടുക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞ് അവൻ പോവുകയും ചൊക്ലിക്ക് അർജൻറ്റായി ഒരു കോൾ വരികയും ആംബുലൻസ് എടുത്ത് പോവാൻ തുടങ്ങി. ഒരുപാട് ദൂരെ പോകാനുണ്ട്. അതിനാൽ രാവിലെ യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ രാത്രിയായിട്ടും ചൊക്ലി അവിടെ എത്തിയിട്ടില്ല. അന്നേരം ഒരു ലോറി മുന്നിലൂടെ കുറേ നേരമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എത്ര നേരമായി ഈ വണ്ടിയുടെ പുറകെ പോകുന്നു, ഓവർടേക്ക് ചെയ്തു പോകാം എന്ന് കരുതി പോവാൻ നോക്കുമ്പോൾ ദേ റോഡിൽ ചാന്ദിനിയുടെ പ്രേതം നിൽക്കുന്നു. എന്നാൽ അത് പ്രേതം ആണെന്ന് അവന് അറിയില്ലല്ലോ. ഏതോ പിരാന്തത്തെ ആണെന്ന് കരുതി വീണ്ടും വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ലോറിയിലുണ്ടായിരുന്ന കൂർത്ത കമ്പിയൊക്കെ ചൊക്ലിയുടെ നേർക്ക് പറന്നു വന്ന് തുളച്ചു കയറി ചൊക്ലി കൊടൂരമായി മരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെ ചെയ്തത് ചാന്ദിനി പ്രേതം ആയിരുന്നു. അങ്ങനെ അവൻ്റെ മരണം ഹോസ്പിറ്റലിൽ അറിഞ്ഞ് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. അന്നേരം അരു ഒരു വശത്ത് ഇരുന്ന് കരയുന്നത് കണ്ട ഫ്രണ്ടുകാരി എടേ നിനക്ക് എന്തു പറ്റി, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു കാര്യം പറയാൻ തുടങ്ങി. അതായത് അന്നൊരു ദിവസം രാത്രി അരു പണിയെടുക്കുമ്പോൾ അവിടേക്ക് ചൊക്ലി വന്ന് അരുവിനോട് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചിരുന്നില്ലേ? സംസാരിച്ചത് മാത്രമല്ല പുറകെ ചെന്ന് അരുവിനെ മോശമായ രീതിയിൽ പിടിച്ചിരുന്നു. അതിനാലാണ് അരു ബാത്റൂമിൽ പോയി കരഞ്ഞത്. എന്നിട്ട് ചൊക്ലിയെ ഈ ഞരമ്പ് രോഗി ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ശപിച്ചിരുന്നു. അതൊക്കെ ഓർത്താണ് ഇപ്പോൾ കരയുന്നത്. അതൊക്കെ കേട്ട ഫ്രണ്ടുകാരി എടി നീ വിഷമിക്കേണ്ട, അവൻ്റെ സ്വഭാവം വെച്ച് അവൻ നേരത്തെ മരിക്കേണ്ടവനാ, നീ സമാധാനപ്പെട് എന്നൊക്കെ പറയുമ്പോൾ എടി എനിക്ക് ഇനി ഇവിടെ താമസിക്കുന്നതിൽ ഒരു സംതൃപ്തിയില്ല, നമുക്ക് ഇവിടുന്ന് മാറി ഹോസ്റ്റലിൽ താമസിക്കാം. അങ്ങനെ രണ്ടുപേരും ഒരു ഹോസ്റ്റലിൽ പോയി താമസം ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം മരിച്ചുപോയ ചൊക്ലിയുടെ ഫ്രണ്ടുകാരൻ സായി ജനറേറ്റർ ഓൺ ചെയ്യാൻ നോക്കിയെങ്കിലും അത് ഓൺ ആവുന്നില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഹിത വരികയാണ്. ഹിത സായിയുടെ ഭാര്യയാണ്. മനുഷ്യ ആ റൂമിലെ പണി എന്താ തീർക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എടി നിനക്ക് എൻ്റെ ശവം കണ്ടാലേ സമാധാനം ആവൂ അല്ലേ? അവിടെയുള്ള ടൈൽസ് പൊളിക്കാൻ നോക്കുമ്പോൾ തന്നെ എൻ്റെ കൈ മുറിഞ്ഞു. ആ റൂമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന ചൊക്ലി മരിച്ചു. വേറെ ആളെ പണിക്ക് നിർത്താം എന്ന് കരുതിയാൽ ആരും തന്നെ അവിടെ പണിക്ക് വരുന്നില്ല. ആ റൂം വൃത്തിയാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്, ആ റൂം അങ്ങ് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞ് സായി നേരെ ചാന്ദിനി മരിച്ച ആ റൂമിലേക്കുള്ള വഴി കല്ല് വെച്ച് സിമന്റ് തേച്ച് ക്ലോസ് ചെയ്ത് ആർക്കും ഇവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് അറിയാതിരിക്കാൻ അവസാനം പെയിൻ്റൊക്കെ അടിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ കറണ്ട് കട്ടാവുകയാണ്. അതിനാൽ ജനറേറ്റർ റൂമിൽ പോയി ഓൺ ചെയ്ത് പോകാൻ നോക്കുമ്പോൾ വീണ്ടും വെളിച്ചം പോവുകയും വീണ്ടും ഓൺ ചെയ്ത് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം. എന്താണ്? ടോർച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ദേ ചാന്ദിനിയുടെ പ്രേതം പോകുന്നു. അതാരാ ആ പെണ്ണ് എന്ന് കൗതുകത്തോടെ പോയി നോക്കിയെങ്കിലും അതിനെ കണ്ടില്ല. എന്നാൽ ആരോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതേപോലെ സായി ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് ഒരിക്കൽ ഹോസ്പിറ്റലിൽ സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ചാന്ദിനി വന്ന് നിൽക്കുമ്പോൾ സായി പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ ഹായ് ചാന്ദിനി എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെ ഇത് ഞാനാണെന്ന് മനസ്സിലായി എന്ന് ചാന്ദിനി ചോദിക്കുമ്പോൾ നീ നടന്നു വരുമ്പോൾ നിന്റെ ആ വ്യത്യസ്തമായ ഹീലുള്ള ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുകയാണ്. ഈ ഒരു കാര്യം ആണ് ഇപ്പോൾ സായി ഓർത്തത്. അന്ന് ചാന്ദിനി നടക്കുമ്പോൾ കേട്ട അതേ ശബ്ദമാണ് ഇപ്പോൾ സായി കേട്ടത്. അയ്യോ, അപ്പോൾ മരിച്ചുപോയ ചാന്ദിനിയുടെ പ്രേതമാണോ ഇവിടെ ഉള്ളത് എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ദേ പുറകിൽ ചിലന്തിയെ പോലെ പ്രേതം വലിഞ്ഞു കയറിപ്പോയി അലറിക്കൊണ്ട് ഒരൊറ്റ ചാട്ടം. അവനും തിരിഞ്ഞു നോക്കിയെങ്കിലും അതിനെ കണ്ടില്ല. ഭയത്തോടെ താഴെ നോക്കുമ്പോൾ
ദേ അവൻ്റെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്നു പ്രേതം. അവൻ്റെ എന്തോ കണ്ടു എന്ന് തോന്നുന്നു. പ്രേതം അലറിയതും അവൻ എൻ്റെ കാലാപുരി മുത്തപ്പ, കാലിനടിയിലാണോ? പ്രേതം അലറി ഓടാൻ തുടങ്ങി. കാട്ടിലൂടെ ഓടിയപ്പോൾ ഒരു അരുവിയും അതിനുമേലെ ഒരു പാലം പോലെ ഒരു മരം വച്ചിട്ടുണ്ട്. അതിലൂടെ അപ്പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ സ്ലിപ്പായി മരത്തിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. താഴെ വീണാൽ ഓൻ്റെ കഥ തീരും എന്ന് തോന്നുന്നു. പെട്ടെന്ന് പ്രേതം ഓൻ്റെ കാലിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ സായി കൈവിട്ടതും പ്രേതത്തിൻ്റെ കൂടെ അവനും താഴെ വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴ്ച. പ്രേതത്തെ കാണാനുമില്ല. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആയി കരയിലേക്ക് നീന്തി കയറി ഓടി ഓടി വീട്ടിൽ പോവുകയും അന്നേരം അവൻ്റെ കഴുത്തിൽ നിന്നും ഒരു ലോക്കറ്റ് മാല നിലത്ത് വീഴുകയും അതെടുത്ത് നോക്കി നിന്ന് ശേഷം വീട്ടിൽ എത്തിയപ്പോൾ ഹിത റെഡിയായി വന്ന്, ഏയ് മനുഷ്യ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിക്ക്, ഞാൻ ജോലിക്ക് പോകട്ടെ എന്ന് പറഞ്ഞു പോവുകയാണ്. അവൾ പോയപ്പോൾ സായി ഇരുന്ന് കരയാൻ തുടങ്ങി. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് റിവീലാവുന്നത്. ചാന്ദിനി തൂങ്ങി മരിച്ചു എന്നല്ലേ നമുക്ക് അറിയാവുന്നത്. എന്നാൽ ചാന്ദിനിയെ തൂക്കിയത് ചൊക്ലിയും സായിയും കൂടിയാണ്. അതിനാലാണ് ഇപ്പോൾ ചാന്ദിനിയുടെ പ്രേതം ഇവനെയും കൊല്ലാൻ നോക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും സായി നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ജനറേറ്റർ റൂമിൽ ഹിത നിൽക്കുന്നത് പോലെ കണ്ട് പുറകെ പോകുമ്പോൾ പെട്ടെന്ന് പ്രേതം വന്ന് ഒരൊറ്റ അലറൽ. ആകെ ഞെട്ടി സായി നിലത്ത് വീഴുമ്പോൾ അവിടെ ഒരു സ്വിച്ച് ബോർഡിൽ ചവിട്ടിയതും അത് പുല്ല് വെട്ടുന്ന മെഷീൻ ആയിരുന്നു. അത് ഓണായി. അതിൻ്റെ ബ്ലേഡ് സായിയുടെ ശരീരത്തിൽ കൊണ്ട് ഓൻ്റെ ശരീരം ആകെ കീറി മുറിഞ്ഞ് ഒടുവിൽ സായി കൊടൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു. അവൻ മരിച്ച ശേഷം ചാന്ദിനിയുടെ പ്രേതം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതേ നേരം അരു ആണെങ്കിൽ ഫ്രണ്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണാം. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ, എടി നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട, തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ, അയ്യോ പോകാനോ, നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തിപ്പോയാൽ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ മാറും? ഈ ജോബ് ശരിയായാൽ രക്ഷപ്പെടും, അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടെ നിൽക്കണം എന്ന് ഫ്രണ്ടുകാരി പറഞ്ഞപ്പോൾ അരു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അരു വാ തുറന്ന് ഒരുമാതിരി ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ട് ഫ്രണ്ടുകാരി ഉണർന്ന് അരുവിനെ വിളിച്ചുണർത്തി, നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ ഫ്രണ്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട്, എടി അന്ന് ഞാനും നീയും ഹോസ്പിറ്റലിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിരുന്നില്ലേ, ആ പെണ്ണിനെ ഞാൻ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് എന്തെന്നാൽ അരു ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചാന്ദിനിയുടെ പ്രേതം നേരെ ഫ്രണ്ടുകാരിയുടെ അടുത്തേക്ക് പോയി അവളെ നക്കാൻ നോക്കിയിരുന്നു. എന്നാൽ അത് അരു കാണുകയും ചെയ്തു. അതിനാൽ പ്രേതം ഉടനെ അരുവിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ നാക്ക് നീട്ടി തലമുടിയിൽ നക്കിക്കൊണ്ട് നിന്നു. അതിനാലാണ് അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ആയത് എന്നൊക്കെ ഫ്രണ്ടുകാരിയോട് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഒരുത്തൻ ഓടി വന്ന് സായി മരിച്ചു കിടക്കുന്ന കാര്യം പറയുകയും രണ്ടുപേരും ഉടനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ സായി കൊടൂരമായി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് അരുണ് ഛർദ്ദിക്കാൻ വന്ന് ഒരു വശത്തേക്ക് പോവുകയും അന്നേരം റിങ്ക എന്ന ഡോക്ടർ ഹിതയോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നിട്ട് ദേ നോക്ക്, നിങ്ങൾ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴെങ്കിലും തുറന്നു പറ എന്ന് പറയുമ്പോൾ അതൊക്കെ ഫ്രണ്ടുകാരി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ അവിടെ അവൾ നിൽക്കുന്നത് മനസ്സിലാക്കി വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ റിങ്ക അവിടെ നിന്ന് പോവുകയാണ്. ശേഷം റിങ്ക ചോദിച്ച അതേ ചോദ്യം ഫ്രണ്ടുകാരിയും ഹിതയോട് ചോദിച്ച്, ഞാൻ ഇത് ചോദിക്കാൻ കാരണം ആദ്യം ആ ചൊക്ലി, പിന്നെ നിങ്ങളുടെ ഭർത്താവ് സായിയും മരിച്ചു, അതും കൊടൂരമായിട്ടാണ് മരിച്ചത്. ഈ ഹോസ്പിറ്റലിൽ എന്താണ് ശരിക്കും ഉള്ള പ്രശ്നം? അതേപോലെ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഡോക്ടർ ബാഗസ് എവിടെയാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിത ആണെങ്കിൽ വാ തുറന്ന് ഒരു കാര്യവും മിണ്ടിയില്ല. അതിനാൽ ഫ്രണ്ടുകാരി ഗൂഗിളിൽ ഡോക്ടർ ബാഗസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അതിനാൽ ഡോക്ടർ തോമസിൻ്റെ നെയിം വെച്ച് സെർച്ച് ചെയ്തപ്പോൾ തോമസിൻ്റെ കൂടെ ബാഗസിൻ്റെ ഫോട്ടോയുമുണ്ട്. ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫ്രണ്ടുകാരി ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അരുണിൻ്റെ ബോയ് ഫ്രണ്ട് കലിപ്പിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തു പറ്റിയടി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് അരു ഒരു കാര്യം പറയുന്നത്. അത് എന്നെ ക്ലിനിക്കിൽ ഒരുത്തൻ അബ്യൂസ് ചെയ്തു. അക്കാര്യം ഞാൻ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു. പക്ഷെ അവൻ അത് വേറെ രീതിയിൽ എടുത്തു. എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആയിരിക്കില്ല, ഞാൻ നിന്നു കൊടുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. ഇതിനാലാണ് നേരത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഓടി വന്ന് ഫ്രണ്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇവിടുന്ന് നിർത്തിപ്പോകാം എന്ന് അരു പറഞ്ഞ് കരഞ്ഞത്. ഇതേ നേരം കലിപ്പിൽ പോകുന്ന ബോയ് ഫ്രണ്ടിൻ്റെ മുന്നിൽ ദേ ചാന്ദിനിയുടെ പ്രേതം നിൽക്കുന്നു. അത് പ്രേതം ആണെന്ന് അറിയാതെ ബൈക്ക് നിർത്തി, ലിഫ്റ്റ് വേണോ, ഞാൻ കൊണ്ടുവിടാം, എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേ അങ്ങോട്ട് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. ശേഷം മുത്തേ വാ, വണ്ടിയിൽ കയർ എന്ന് പറയുകയും പ്രേതം ബൈക്കിൽ കയറി അങ്ങനെ പോവാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ബൈക്ക് പോകുന്നത് വിജനമായ കാട്ടിലൂടെയാണ്.
എന്നാൽ അവൻ്റെ കണ്ണിനു നല്ല റോഡിലൂടെ പോകുന്ന പോലെയാണ് പ്രേതം അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെ പോയി ഒരു കൊക്കയിലേക്ക് ഒരൊറ്റ വീഴ്ച. ഇതേ നേരം എടി നിന്നെ ആരാ അബ്യൂസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മ കോൾ ചെയ്തിട്ട് ബോയ് ഫ്രണ്ട് സീരിയസ് കണ്ടീഷനിലാണുള്ളത് എന്ന് പറയുകയും അരുവും ഫ്രണ്ടുകാരിയും നേരെ ബോയ് ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അന്നേരം ബോയ് ഫ്രണ്ടിൻ്റെ അമ്മ പുറത്തു വന്ന് അരുവിനെ കെട്ടിപ്പിടിച്ച് കരയും എന്ന് നോക്കിയാൽ ദേ ഫ്രണ്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. സംഭവം എന്തെന്നാൽ ഫ്രണ്ടുകാരിക്കും അരുവിൻ്റെ ബോയ് ഫ്രണ്ടിനും തമ്മിൽ മുൻപേ ലവ് ആയിരുന്നു. ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അരുൺ ആയിട്ട് ആ ബോയ് ഫ്രണ്ട് സെറ്റായത്. അക്കാര്യം ഇപ്പോഴാണ് അരുണിന് മനസ്സിലായത്. അതിനാൽ ഫ്രണ്ടുകാരിയോട് അത് ശരി, നീയും എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ നിനക്കെങ്ങനെ കിട്ടി? അമ്മയ്ക്ക് എന്നെക്കാൾ അറിയുന്നത് നിന്നെ ആണല്ലോ. അതിനർത്ഥം നീയും എൻ്റെ ബോയ് ഫ്രണ്ടും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നല്ലേ? ഇക്കാര്യം എന്നോട് എന്തിനാ മറച്ചു വെച്ചത്? നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടത്. ഇനി എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞ് അരു പിണങ്ങി പോവുകയാണ്. ഹോസ്റ്റലിൽ എത്തി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുമ്പോൾ പുറകെ വന്ന ഫ്രണ്ടുകാരി നീ എന്തിനാ പാക്ക് ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയാൽ നിനക്കെന്താ, എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, എല്ലാവരും എന്നെ ചതിക്കുകയാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ഇവിടെ നിന്നും പോകാൻ നോക്കുമ്പോഴൊക്കെ നീ എന്നെ തടഞ്ഞു നിർത്തിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വരും. എൻ്റെ കണ്ണ് തെറ്റുമ്പോഴൊക്കെ നീ അവനുമായി ഡിങ്കോൾഫി ചെയ്യാനല്ലേ എന്നൊക്കെ കലിപ്പിൽ പറയുമ്പോൾ അയ്യോ നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങൾ പ്രണയിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് എന്നെ നോക്കിയിട്ടില്ല. വെറും കളിക്ക് വേണ്ടി ഡിങ്കോൾഫിക്ക് വേണ്ടി മാത്രമാണ് അവൻ എന്നെ നോക്കിയത്. അത് മനസ്സിലായപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി. അതിനുശേഷം അവൻ നിന്നെ നോക്കാൻ തുടങ്ങി, അല്ലാതെ നിന്നെ ചതിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല എന്ന് ഫ്രണ്ടുകാരി പറയുകയാണ്. അന്നേരം പെട്ടെന്ന് അരുണിൻ്റെ ശരീരത്തിലേക്ക് പ്രേതം കയറി ഇവളുടെ ബോയ് ഫ്രണ്ട് പ്രഗ്നൻ്റ് ആക്കി, ആ ഗർഭത്തെ ഇവൾ മരുന്ന് കഴിച്ച് കലക്കി എന്നൊക്കെ പറഞ്ഞ് പ്രേതം പോവുകയും അതോടെ അരു മയങ്ങി വീഴുകയും ചെയ്തു. അങ്ങനെ ഫ്രണ്ടുകാരി അവളെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് തോമസ് അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ശേഷം തോമസ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഫ്രണ്ടുകാരി നിർത്തിയിട്ട് ഡോക്ടറെ എനിക്കൊരു ഡൗട്ടുണ്ട്, എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന 2 പേർ മരിച്ചിട്ടും ഇവിടേക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറായ ഡോക്ടർ ബാഗസ് വന്നിട്ടില്ലല്ലോ. അതേപോലെ ഞാൻ ബാഗസിനെ കുറിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടും ഒരു ഫോട്ടോ പോലും കണ്ടില്ല. ബാഗസ് ഒരു ഡോക്ടർ ആണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഇല്ല. ബാഗസ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇതിനൊക്കെ കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവനൊരു സത്യം പറയുകയാണ്. അതായത് ഇവൻ്റെ പേര് തോമസ് എന്നല്ല, ഇവനാണ് ശരിക്കും ഡോക്ടർ ബാഗസ്, ഇവനാണ് ഹോസ്പിറ്റലിൻ്റെ ഓണർ. ശരി, എന്നാൽ ആ ഫോട്ടോയിൽ ഉള്ളത് ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ കാർ ഡ്രൈവറാണ് എന്ന് പറയുകയാണ്. എന്തിനാ ഇങ്ങനെ ഫേക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ 5 വർഷം മുൻപാണ് ഈ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിയത് അറിയാലോ. എന്നാൽ വീണ്ടും ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയ ആണിത്. ഞാൻ ഓണറാണല്ലോ, ഞാൻ ഡയറക്റ്റായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അതിനാൽ എൻ്റെ ഡ്രൈവറിനെ ബാഗസ് ആക്കി മാറ്റി ഞാൻ ഒരു തൊഴിലാളി ആണെന്ന് വരുത്തി തീർത്ത് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അപവാദം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പതുക്കെ ജനങ്ങൾ അത് വിശ്വസിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇതുവരെ കാര്യങ്ങൾ എത്തി എന്ന് ബാഗസ് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഫ്രണ്ടുകാരി നേരെ ഹിതയെ കാണാൻ പോവുകയും ഹിത ആണെങ്കിൽ എങ്ങോട്ടോ പോവാൻ നോക്കുകയാണ്. വഴിയിൽ നിർത്തിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ, എൻ്റെ കെട്ടിയോൻ മരിച്ചു, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് കാണിക്കാനാ, അതാ ഞാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഫ്രണ്ടുകാരി ഹിതയ്ക്ക് ഒരു ലോക്കറ്റ് കൊടുക്കുകയാണ്. അത് ഹിതയുടെ ഹസ്ബൻഡിൻ്റെ, അതായത് മരിച്ചുപോയ സായിയുടേതാണ്. അത് വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ സായിയും ഹിതയും തമ്മിൽ വഴക്കിടുമ്പോൾ ഹിത പിണങ്ങിയാൽ സായിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമ്പോൾ അത് കടലാസിൽ എഴുതി ആ ലോക്കറ്റിൽ വെച്ച് ഹിതയ്ക്ക് കൊടുത്തിട്ട് പോകും. അക്കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഹിത ഓർത്തിട്ട് ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു കടലാസുണ്ട്. അത് കണ്ടതോടെ മുഖത്തൊരു ഷോക്ക്. അതിനാൽ അത് ചുരുട്ടിക്കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ അവിടുന്ന് ഒരൊറ്റ പോക്ക്. ഹിത പോയതിനു ശേഷം ആ കടലാസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ചാന്ദിനി എന്ന് പേരെഴുതിയിട്ടുണ്ട്. അതിനാൽ നേരെ പോയി ചാന്ദിനിയുടെ പേരും ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ലംബായുങ് എന്ന് ചേർത്ത് സെർച്ച് ചെയ്തപ്പോൾ ചാന്ദിനിയുടെ ഫോട്ടോ കണ്ട് ഞെട്ടുകയാണ്. എന്തെന്നാൽ ഫ്രണ്ടുകാരിയും അരുവും സംസാരിക്കുമ്പോൾ പേഷ്യൻറ്റിനെ പോലെ ഒരിക്കൽ ചാന്ദിനിയുടെ പ്രേതം വന്നിരുന്നില്ലേ, അതേപോലെ ആ ഫോട്ടോയിൽ ചാന്ദിനിയുടെ കൂടെയുള്ളത് റിങ്ക എന്ന ഡോക്ടറാണ്. 2 പേരും ലവേഴ്സായിരുന്നു എന്ന് മനസ്സിലാക്കി
അങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ ദേ പുറകിൽ റിങ്ക എല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് ഫ്രണ്ടുകാരിക്കും മനസ്സിലായി. അതിനാൽ പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ ഡോക്ടർ റിങ്ക ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. എന്നാൽ ഫ്രണ്ടുകാരിയെ കൂടുതൽ മൈൻഡ് ചെയ്യാൻ നിൽക്കാതെ അവൻ്റെ ജോലികൾ ചെയ്ത് പുറത്തു പോയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഫ്രണ്ടുകാരി റിങ്കയുടെ ബാഗ് ചെക്ക് ചെയ്യുകയാണ്. അതിൽ 1 വർഷം മുൻപ് ലെംബായുങ് എന്ന ഈ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത വന്ന ആ ന്യൂസ് പേപ്പറും കൂടെ ഒരു ചെറിയ ഡയറിയും ഉണ്ട്. ആ ഡയറി ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഓരോ പേജിലും ഓരോ പെൺകുട്ടികളുടെ പേരും തലമുടിയും ഉണ്ട്. അതിൽ ചാന്ദിനിയുടെ പേരും പിന്നെ അരുണിൻ്റെ പേരും ഉണ്ട്. ഡോക്ടർ റിങ്ക ഒരു സൈക്കോ ആണോ? എങ്കിൽ അരുണിൻ്റെ കാര്യം അപകടത്തിലാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കി പോകാൻ നോക്കുമ്പോൾ ദേ ഡോക്ടർ റിങ്ക വരുന്നു. റിങ്ക നേരെ പോയി ബാഗ് നോക്കുമ്പോൾ ഡയറി കാണാനില്ല. ഫ്രണ്ടുകാരി ഒരു വശത്ത് ഒളിഞ്ഞു നിന്ന് ഒടുവിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ മുന്നിലേക്ക് ബാഗസ് ഡോക്ടർ വന്ന് എന്ത് പറ്റി, എന്തിനാ വെപ്രാളപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് ആദ്യം കരുതിയെങ്കിലും ബാഗസ് ഡോക്ടർ നല്ലവനാണല്ലോ, അതിനാൽ കാര്യം തുറന്നു പറയാം എന്ന് തീരുമാനിച്ച് സർ, ആ റിങ്ക ഡോക്ടർക്കും ഇവിടെ നടക്കുന്ന മരണങ്ങൾക്കും എന്തോ ഒരു ബന്ധമുണ്ട്, എന്തോ തെറ്റ് നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നെ പെട്ടെന്ന് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമോ സർ? ഞാൻ എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിപ്പോയി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ ഡയറി ബാഗസിന് കൊടുത്തിട്ട് നോക്കിയേ, അതിൽ ചാന്ദിനിയുടെ തലമുടിയും എൻ്റെ ഫ്രണ്ടിൻ്റെ അരുണിൻ്റെ തലമുടിയും ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിങ്ക ഒരു കൊലകാരനാണ്. ഇനി എൻ്റെ ഫ്രണ്ടിനെ ആയിരിക്കും അവൻ കൊല്ലുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആ ഡയറി നോക്കിയിട്ട് എനിക്കും ചാന്ദിനിയെ അറിയാം. അവൾ 5 വർഷം മുൻപ് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവൾക്ക് എന്തായി എന്നറിയില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് തൂങ്ങി മരിച്ചു. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷം ആ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വന്നു. ഞാൻ അതിനുശേഷം വിദേശത്ത് പോയി 5 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്. വന്ന് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഹോസ്പിറ്റൽ വീണ്ടും ഓപ്പൺ ചെയ്ത് ഇതുവരെ എത്തിച്ചു എന്ന് പറയുകയാണ്. ഇനി ഈ ഡയറിയിൽ നിന്റെ ഫ്രണ്ടിൻ്റെ പേരുണ്ടല്ലോ, എങ്കിൽ ആദ്യം നമുക്ക് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നേരെ പോയി അരുണിനെ ഹിതയുടെ റൂമിലേക്ക് മാറ്റുകയാണ്. എന്നാൽ പ്രശ്നം എന്തെന്നാൽ നേരത്തെ അരുണിന്റെ ശരീരത്തിലേക്ക് പ്രേതം കയറിയത് കൊണ്ടല്ലേ അരു മയങ്ങി വീണത്. ആ വീഴ്ചയിൽ ഇവൾ കോമ സ്റ്റേജിലായി. അതിനാൽ അതോർത്ത് ഫ്രണ്ടുകാരി വിഷമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അരു കോമ സ്റ്റേജിലല്ല ഉള്ളത്. അരുണിന്റെ ആത്മാവ് ചാന്ദിനിയുടെ പ്രേതലോകത്താണുള്ളത്. അരുണിന് അവിടെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. ഏതോ ഒരു കിളി പോയ പ്രേതം പെരുച്ചാഴിയെ പോലെ മണ്ണ് മാന്തുന്നുണ്ട്. മറ്റൊരു വശത്ത് തുടക്കത്തിൽ ചാന്ദിനി ഹിതയുടെ മടിയിൽ കിടന്നിരുന്നില്ലേ, അതേപോലെ ആ സീന് വീണ്ടും ഇവിടെ അരുണിന്റെ കണ്ണിന് കാണുകയാണ്. അത് നോക്കി നിന്ന് മണ്ണ് മാന്തുന്നവളെ നോക്കുമ്പോൾ അവൾ വേഗത്തിൽ മാന്തി മാന്തി താഴോട്ട് കുഴിയെടുത്തോണ്ട് ഒരൊറ്റ പോക്ക്. അവൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വരും എന്ന് ചിന്തിച്ച് കുഴിയിലേക്ക് കൈ നീട്ടുമ്പോൾ റിയൽ ലൈഫിലുള്ള അരുണിനെ അത് ബാധിക്കുന്നു. അവൾ തുടിക്കാൻ തുടങ്ങി. പ്രേതലോകത്ത് പെട്ടെന്ന് ലോകത്ത് പെട്ടെന്ന് ആ പ്രേതം ഉയർന്നു വന്ന് അരുണിന്റെ കൈ പിടിച്ച് എന്തിനാ എന്നെ കണ്ടു പേടിക്കുന്നത് എന്ന് അലറി പറയുകയാണ്. ഇതേ നേരം ഭൂമിയിൽ ഫ്രണ്ടുകാരി ഉണർന്നു നോക്കുമ്പോൾ അരുണിനെ കാണാനില്ല. അതിനാൽ അവൾ ഇതെവിടെ പോയി എന്ന് അന്വേഷിച്ച് നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി തിരയാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ തുടക്കത്തിൽ ചാന്ദിനി മരിച്ച റൂം ഉണ്ടല്ലോ, അത് സായി സിമന്റ് ഇട്ട് അടച്ചിരുന്നില്ലേ, അവിടുന്ന് അരുണിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ റൂം അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ അവൾ അകത്ത് പോയത് എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് മുകളിൽ ഒരു ഗ്യാപ്പ് കാണുന്നത്. ഉടനെ ബാഗസിന് കോൾ ചെയ്ത് സർ, ഞാൻ അരുണിനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ വന്നതാ, അവൾ ചാന്ദിനി മരിച്ച ആ റൂമിലാ ഉള്ളത്, ഞാൻ ആ റൂമിൽ കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഒരു ഏണി എടുത്തുകൊണ്ട് വന്ന് ആ ഗ്യാപ്പിലൂടെ കയറിയപ്പോൾ നോക്കുമ്പോൾ ദേ ഇരിക്കുന്നു അരു. എന്നാൽ അവളുടെ ശരീരത്തിൽ ചാന്ദിനിയുടെ പ്രേതം കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രണ്ടുകാരിയെ തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ ബളബളാന്ന് പറഞ്ഞ് ബാത്ത് ഡബ്ബയിൽ മുങ്ങിക്കിടക്കുകയാണ്. അത് കണ്ട് അവിടേക്ക് പോയി അരുണിനെ ബാത്ത് ഡബ്ബയിൽ നിന്നും പുറത്തെടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പ്രേതം ഫ്രണ്ടുകാരിയെ പിടിച്ച് അടിച്ച് ഒടുവിൽ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുകയാണ്. ഇതേ നേരം ബാഗസും അവിടെ എത്തി ഏണിയിലൂടെ കയറാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അതിനാൽ ആ ചുമര് ഉടക്കാൻ തുടങ്ങി. ഫ്രണ്ടുകാരി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ ഇപ്പോൾ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോവുകയും ചെയ്തു. അതായത് 5 വർഷം മുൻപ് എന്താ നടന്നത് എന്ന് പ്രേതം
ഫ്രണ്ടുകാരിക്ക് കാണിക്കുകയാണ്. നല്ലവനായി നിന്ന ബാഗസ് ഉണ്ടല്ലോ, അവൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ചാന്ദിനിക്ക് മാത്രം മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കൊടുത്ത് കുടിപ്പിച്ച് മയക്കി കിടത്തിയിരുന്നു. കിടത്തി ചാന്ദിനിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. ബോധം വരുമ്പോൾ ആണ് താൻ നശിക്കപ്പെട്ടു എന്ന കാര്യം ചാന്ദിനിക്ക് മനസ്സിലായത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതി ഓടിപ്പോകാൻ നോക്കുമ്പോൾ അവളെ പിടിച്ചു നിർത്തി കഴുത്തിൽ കത്തി പിടിച്ച്, എന്താടി, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാലോ, ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറാണ്. ഇവിടെ നടന്ന കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ മാത്രമല്ല നിന്റെ വീട്ടുകാരെ അടക്കം ഞാൻ തീയിട്ട് കത്തിച്ച് കളയും, മനസ്സിലായോ എന്ന് ഭീഷണിപ്പെടുത്തി പോവുകയാണ്. എന്നാൽ ചാന്ദിനി ധൈര്യം കാണിച്ച് ഇക്കാര്യം പോലീസിൽ പറയാൻ കോൾ ചെയ്യുമ്പോൾ ഉടനെ ബാഗസ് അവളെ പിടിച്ച്, എടി, നിനക്ക് ഞാൻ ഒരു അവസരം തന്നു, പക്ഷെ നീ അതിനെ ഇല്ലാതാക്കി. ഇനി നിന്നെ വിട്ടാൽ ശരിയാവില്ല, നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വിടാം, അങ്ങ് ദൂരെ കാലാപുരിക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ബാത്ത് ഡബ്ബയിൽ മുക്കി വെള്ളം കുടിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ചൊക്ലിയെയും സായിയെയും വിളിച്ച് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പൈസയും കൊടുത്ത ശേഷം അവർ കൂടെ നിന്ന് ചാന്ദിനിയെ കഴുത്തിൽ കയർ ഇട്ട് കെട്ടി തൂക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ചാന്ദിനി അപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. തൂങ്ങുമ്പോൾ ബോധം വന്നത് കണ്ട് ബാഗസ് അവളെ അപ്പോഴും വെറുതെ വിടാതെ അവിടെ വെച്ച് കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ചാന്ദിനി കൊല്ലപ്പെട്ടത്. സോ അക്കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയ ഫ്രണ്ടുകാരി പാസ്റ്റിൽ നിന്നും പ്രസന്റിൽ എത്തുകയും നോക്കുമ്പോൾ ഇപ്പോൾ ദേ തൊട്ടുമുന്നിൽ ബാഗസ് വന്ന് നിൽക്കുന്നു. അയ്യോ, എന്താ പറ്റിയത്, ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, നിങ്ങൾ തൊടേണ്ട എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരി അരുണിനെ താങ്ങിപ്പിടിച്ച് പോവാൻ തുടങ്ങി. അന്നേരം ബോധം വന്ന അരു ബാഗസിനെ നോക്കി ഫ്രണ്ടുകാരിയോട് ഒരു സത്യം പറയുന്നു. എടി, എന്നെ ഒരുത്തൻ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ, ഇവനാണ് എന്നെ നശിപ്പിച്ചത് എന്ന് പറയുകയാണ്. അതായത് ചാന്ദിനിയെ എങ്ങനെയാണോ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതോ അതേപോലെ അരുണും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചിരുന്നു. എന്നിട്ട് ബോധം വന്നപ്പോൾ അരുണെയും ഭീഷണിപ്പെടുത്തി ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ കാര്യം ഫ്രണ്ടുകാരിയോട് പറയുന്നത് ബാഗസ് കേൾക്കുകയും നേരെ അവരുടെ മുന്നിൽ പോയി നിന്ന്, നിനക്കെല്ലാം മനസ്സിലായി അല്ലേ, ശരി, ഇക്കാര്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ടുകാരി ബാഗസിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ബാഗസ് അവളെ പിടിച്ച് ചുമരിൽ ഒട്ടിച്ചു നിർത്തി ഓളെ കയ്യിൽ കത്തി തറപ്പിച്ചു നിർത്തിയിട്ട്, ഇതെന്താടി ഇങ്ങനെ, ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും അനുസരിക്കാത്തത്, ഒന്ന് കളിച്ചു എന്ന് വെച്ച് എന്താ ഇപ്പോൾ സംഭവിക്കാനുള്ളത് എന്നൊക്കെ ഒരുമാതിരി സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടേക്ക് റിംഗ വന്ന് ബാഗസിൻ്റെ കഴുത്തിൽ ട്യൂബ് പൈപ്പ് ചുറ്റി മുറുക്കി ഒടുവിൽ ബാഗസ് അൺകോൺഷ്യസ് ആവുകയും ചെയ്തു. എന്നിട്ട് ഫ്രണ്ടുകാരിയെ രക്ഷിച്ച്, എനിക്ക് ബാഗസിൻ്റെ മേൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. അന്നേരം ഫ്രണ്ടുകാരി, അതെ സർ, ചാന്ദിനി ആത്മഹത്യ ചെയ്തതല്ല, അവളെ ഈ ബാഗസ് പീഡിപ്പിച്ച് കൊന്ന് കെട്ടി തൂക്കിയതാണ്. അവളെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ ബാഗസ് റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. അതേപോലെ കൊല്ലപ്പെട്ട ചാന്ദിനിയുടെ ആത്മാവ് ഇപ്പോഴും ആ റൂമിൽ തന്നെയാണ് ഉള്ളത്. അവിടെയുള്ള ബാത്ത് ഡബ്ബ അടിച്ച് തകർത്താൽ മാത്രമേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നൊക്കെ ഫ്രണ്ടുകാരി പറയുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു കഥ. ചാന്ദിനിയും റിംഗയും ലവേഴ്സ് ആയിരുന്നു. അത് അറിഞ്ഞിട്ടും ഫ്രണ്ടിൻ്റെ ലവറാണെന്ന് അറിഞ്ഞിട്ടും ചാന്ദിനിയെ വെറുതെ വിടാതെ ബാഗസ് ആ ക്രൂരത ചെയ്തു. ഇപ്പോൾ ബാഗസ് മയക്കത്തിൽ നിന്നും ഉണർന്ന് ഒരു കത്തിയെടുത്ത് റിംഗയുടെ വയറ്റിൽ ചറപ്പറാന്ന് കുത്തിയിട്ട് നേരെ അരുണിനെയും ഫ്രണ്ടുകാരെയും കൊല്ലാൻ പോവുകയാണ്. രണ്ടുപേരും അടുത്തുള്ള ഫാക്ടറിയിൽ കയറി നിൽക്കുകയാണ്. അവിടേക്ക് ബാഗസ് പോകുമ്പോൾ ഇപ്പോഴാണ് ബാഗസ് ഇത്ര വലിയ കൊടൂര സൈക്കോ ആവാൻ കാരണമായ കഥ കാണിക്കുന്നത്. ബാഗസിൻ്റെ അച്ഛൻ ഒരു സൈക്കോ ആണ്. എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ബാഗസ് അമ്മയ്ക്ക് ക്യാൻസറാണ്. അതുപോലും നോക്കാതെ ഭാര്യയെ വേദനിപ്പിച്ച് ഡിങ്കോൾഫ് ചെയ്ത് തലയിലെ മുടി പറിച്ചെടുത്തു. അതൊക്കെ ഒരു വശത്ത് നിന്ന് ചെറിയ പയ്യനായിരുന്ന ബാഗസും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയെ വേദനിപ്പിച്ചതു മുതൽ ബാഗസിനും അച്ഛൻ്റെ മേൽ ദേഷ്യം ഉണ്ടെങ്കിലും അമ്മ മരിച്ചതോടെ ആ പക ഇരട്ടിയാവുകയും പിന്നെ ഒന്നും നോക്കിയില്ല. അച്ഛന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലുകയായിരുന്നു. അച്ഛൻ്റെ സൈക്കോ തരം അതേപോലെ മകനായ ബാഗസും ഫോളോ ചെയ്യുകയായിരുന്നു. എങ്ങനെയെന്നാൽ ഓരോ പെൺകുട്ടികളെയും കൊടൂരമായി പീഡിപ്പിച്ച് അവരുടെ തലമുടി പറിച്ചെടുക്കും. എന്നിട്ട് ഒരു ഡയറിയിൽ ഒട്ടിച്ചു വെക്കും. അതാണ് അരുണിന്റെ തലമുടിയും ആ ഡയറിയിൽ ഒട്ടിച്ചു വെച്ചത് കണ്ടത്. ആ ഡയറി എങ്ങനെയോ റിംഗയുടെ കയ്യിൽ കിട്ടുകയായിരുന്നു. അങ്ങനെ ആ കഥയൊക്കെ ഇപ്പോൾ ബാഗസ് സ്വയം വിളിച്ചു പറയുമ്പോൾ അതൊക്കെ കേട്ട ഫ്രണ്ടുകാരി കത്തിയുമായി കുത്താൻ വന്നെങ്കിലും ബാഗസ് അവളെ പിടികൂടി കത്തി പിടിച്ചു വാങ്ങി തിരിച്ചു കുത്താൻ തുടങ്ങി. അന്നേരം അവിടെ ഹിത വന്ന് കത്തി വെച്ച് ഓൻ്റെ ഷോൾഡറിൽ കുത്തി മലർത്തിയിടുകയാണ്. ഫ്രണ്ടുകാരിക്ക് കുത്തേറ്റതിനാൽ അവൾ മയങ്ങി വീണു. ഹിത നേരെ അരുണിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ചാന്ദിനിയെ അറിയാം എന്ന് പറയുകയാണ്. എന്ത് ചാന്ദിനിയോ, അവളെ എങ്ങനെയാ നിനക്കറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തുടക്കത്തിൽ ചാന്ദിനി അടുത്ത് വന്നിട്ട് ഹിതയുടെ മൂക്കിൽ മൂക്ക് മുട്ടിച്ച് ഉരച്ചതുപോലെ ഇപ്പോൾ അതേപോലെ ഉരക്കുമ്പോൾ ഹിതയുടെ കണ്ണിന് തൻ്റെ മുൻപിൽ ഉള്ളത് ചാന്ദിനിയെ പോലെ കാണുകയാണ്.
അന്നേരം ഹിത വിഷമിച്ച് കരഞ്ഞോണ്ട് ഏയ് ചാന്ദിനി നീയാണോ, ഇത് എൻ്റെ ചാന്ദിനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടേക്ക് ബാഗസ് കത്തിയുമായി വന്ന് ഹിതയുടെ കഴുത്ത് അറുത്ത് കൊടൂരമായി കൊല്ലുകയും ചെയ്തു. ചാന്ദിനിയുടെ കൂട്ടുകാരിയെയാണ് ബാഗസ് കൊന്നത്. അങ്ങനെയെങ്കിൽ ചാന്ദിനിയുടെ പ്രേതത്തിന് എത്ര ദേഷ്യം വന്നിട്ടുണ്ടാകും. പിന്നെ ഒന്നും നോക്കിയില്ല, പ്രേതം അരുണിന്റെ ശരീരത്തിൽ കയറി ആണിയടിക്കുന്ന തോക്ക് പോലത്തെ ഒരു മെഷീൻ ഇല്ലേ, അതെടുത്ത് ബാഗസിന്റെ ശരീരത്തിലേക്ക് ആണിയടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ആണിയെടുത്ത് ഓന്റെ കണ്ണിലേക്ക് കുത്തി ആട്ടി ആട്ടി ഒടുവിൽ ഓന്റെ ഒരു കണ്ണ് പറിച്ചെടുത്ത് നിൽക്കുകയാണ്. ഇതേ നേരം റിങ്ക ആ റൂമിലേക്ക്, അതായത് ചാന്ദിനി മരിച്ച ആ റൂമിൽ കയറി അവിടെയുള്ള ബാത്ത് ഡബ്ബ തകർക്കാൻ തുടങ്ങി. മറ്റേ വശത്ത് പ്രേതം ബാഗസിനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആരു പറയുന്നു, വേണ്ട ചാന്ദിനി, നീ അവനെ കൊല്ലരുത്, അവനെ കൊന്നാൽ എൻ്റെ ഫ്രണ്ടുകാരെയാണ് കൊന്നത് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും, അവളുടെ ജീവിതവും പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, നീ അനുഭവിച്ചതൊക്കെ നീ എനിക്ക് കാണിച്ചു തന്നു, അതുകൊണ്ട് ഇത് വെച്ച് ബാഗസിനു എന്തൊക്കെ ശിക്ഷയാണോ കിട്ടുന്നത് അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. നിന്നെക്കുറിച്ചുള്ള കാര്യവും നിനക്ക് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന കാര്യവും എല്ലാ സത്യവും ഞാൻ ജനങ്ങളിൽ എത്തിക്കാം. അത് കേട്ടപ്പോൾ ചാന്ദിനിയുടെ പ്രേതം ശാന്തമായി അവളുടെ ഫ്രണ്ടുകാരിയായ ഹിതയെ ഓർത്ത് ഇപ്പോൾ അരുണിന്റെ ഫ്രണ്ടുകാരിയെ അപകടത്തിൽ ആക്കിയിട്ട് ബാഗസിനെ കൊല്ലുന്നത് വേണ്ട, നിയമത്തിന് വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ പ്രേതം അവിടുന്ന് അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിൽ അറിയുകയും എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ബാഗസിനെ ജയിലിൽ അടക്കുകയും ചെയ്തു. ചിത്രം ഇവിടെ അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ജയിലിൽ ഇരിക്കുന്ന ബാഗസിനെ കാണാൻ ഒരു ലേഡി വരികയാണ്. ഈ ലേഡി ബാഗസിന്റെ ആദ്യത്തെ ഭാര്യയാണ്. എങ്ങനെയുണ്ട് മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. അന്നൊരിക്കൽ ഒരു സീനിൽ ഈ ലേഡി ഹോസ്പിറ്റലിൽ വന്നിട്ട് അരുണിനെ ഒരുമാതിരി നോക്കിയിരുന്നില്ലേ, അത് ചുമ്മാ നോക്കിയതല്ല, അരുണിന്റെ പുറകിൽ ചാന്ദിനിയുടെ പ്രേതം നിന്നിട്ടുണ്ടായിരുന്നു. പ്രേതത്തെയാണ് നോക്കിയത്. ഇവൾക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ട്. എന്നിട്ട് ഇവിടെ ചാന്ദിനിയുടെ പ്രേതം ഉണ്ടെന്ന് ബാഗസിനോട് പറഞ്ഞിട്ട് പോയിരുന്നു. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ നോക്കിയാൽ ആ ലേഡിയുടെ മുഖം മാറി ചാന്ദിനിയുടെ മുഖമാവുന്നു. അതായത് ചാന്ദിനിയുടെ പ്രേതം ഇപ്പോൾ ആ ലേഡിയുടെ ശരീരത്തിലാണുള്ളത്. ബാഗസിനു കിട്ടേണ്ട ശിക്ഷ കിട്ടാതെ ചാന്ദിനിയുടെ ആത്മാവ് ഇവിടം വിട്ടു പോകില്ല എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.